വെൽക്കം ടു ലിറ്റിൽ ട്രഷർ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഓർഡർ പാക്ക് ചെയ്യാനാണുള്ളത്. ഇത് നമ്മുടെ ന്യൂ ബോൺ കിറ്റാണ്. 1400 രൂപയുടെ 8 ഐറ്റംസ്, കുഞ്ഞുങ്ങൾക്ക് ബേസിക് ആയിട്ട് ആവശ്യമുള്ള 8 ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ ബോൺ കിറ്റാണ് ഇന്ന് നമുക്ക് പാക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ വരുന്ന ഐറ്റംസ് നമുക്കൊന്ന് നോക്കാം. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 8 ഐറ്റംസ് ആണ് വരുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു റിസീവിങ് ടവല്, നമ്മൾ കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് റിസീവ് ചെയ്യുമ്പോൾ വൈറ്റ് ടവല് വേണം എന്നുള്ളവർക്ക് വൈറ്റ് ടവല് ഒരു റിസീവിങ് ടവലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടി വരിക ഒരു ക്വിക്ക് ഡ്രൈ ഷീറ്റാണ്. നമ്മൾ ബെഡിലൊക്കെ വിരിക്കാൻ യൂസ് ചെയ്യുന്ന ക്വിക്ക് ഡ്രൈ ഷീറ്റ്. ഇത് സ്മോൾ സൈസാണ് ഈ ഒരു പാക്കിൽ വരുന്നത്. പിന്നെ ഒരു റബ്ബർ ഷീറ്റ് ഓർ ഓയിൽ ഷീറ്റ്, നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റബ്ബർ ഷീറ്റും വരുന്നുണ്ട്. ദെൻ ബാത്ത് ടവൽ, മൈക്രോ ഫൈബർ മെറ്റീരിയലിൻ്റെ ഒരു ബാത്ത് ടവൽ ഈ ഒരു പാക്കിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ സോഫ്റ്റ് കോട്ടൺ ഒരു സ്ലീപ്പിംഗ് സ്യൂട്ട് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ക്യാപ്പും മിറ്റൻസും ബൂട്ടീസും വരുന്ന ഒരു സെറ്റ് ഓഫ് ഇത് 6 എണ്ണത്തിൻ്റെ ഒരു ഫേസ് ടവൽ പാക്കറ്റ് വരുന്നുണ്ട്. ആൻഡ് 3 ജബല്ലാസ്. അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു ന്യൂ ബോൺ കിറ്റിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. സോ നമുക്ക് ഈ ജബല്ലാസിന് കവർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ജബല്ലാസിനെ ഒരു കവറിലാക്കി സെക്യൂർ ചെയ്ത് വെക്കാം ബിഫോർ പാക്കിംഗ്. ഈ ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഞാൻ ക്ലിൻ റാപ്പ് വെച്ചിട്ട് ഇതിനെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കും. ഈ ക്ലിൻ റാപ്പ് വെച്ചിട്ട് ഒറ്റക്ക് ഇത് റാപ്പ് ചെയ്യാന്നുള്ളത് ഒരു ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ അറിയാവുന്നവർ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഈ ക്ലിൻ റാപ്പിനെ ഇങ്ങനെ വല്ല ഡിസ്പെൻസറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന്, ഇതെടുക്കാൻ വലിയ പാടാന്നേ. ഒരാൾ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ഈ അറ്റവും തുമ്പൊക്കെ കണ്ടുപിടിക്കാൻ വലിയ പാടാം. ആൻഡ് ഫൈനലി എല്ലാറ്റവും കണ്ടുപിടിച്ചു. ഒരൊറ്റ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനൊന്ന് ചുറ്റി റാപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടാകും. ഇനി ഇതിനെ കൊറിയർ പാക്കേജിലാക്കി പേരും അഡ്രസ്സും ഒട്ടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ പാക്കിംഗ് ചെയ്യുന്നത്.